Reign the Holy Ruach Lord, reign forevermore. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിനോട് അടുത്തു തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെന്തക്കോസ്താ തിരുനാളിൻ്റെ വലിയ അനുഭവത്തിൽ നമ്മളായിരിക്കാൻ പോവാണ്. പരിശുദ്ധ റൂഹായുടെ വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധ റൂഹാ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അവിടുത്തെ വലിയൊരു ആഴമേറിയ അനുഭവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെന്തക്കോസ്താ തിരുനാളിൽ നമ്മളെല്ലാവരും തന്നെ പരമപരിശുദ്ധ ത്രിയേക ദൈവത്തിലെ ഈ മൂന്നാമത്തെ ദൈവിക വ്യക്തിയെ, പരിശുദ്ധ റൂഹായെ കൊതിയോടുകൂടെ കാത്തിരുന്ന് ഏറ്റവും ഊഷ്മളതയോടുകൂടെ സ്വാഗതം ചെയ്യണം. We should welcome the Holy Ruach Lord with all our openness and receptivity, with all our warm love for the Holy Ruach Lord. എത്രമാത്രം നമ്മൾ പരിശുദ്ധ റുഹായ്ക്ക് വേണ്ടി കൊതിക്കുന്നുവോ, ദാഹിച്ച് കാത്തിരിക്കുന്നുവോ, അത്രമാത്രം പരിശുദ്ധ റൂഹ നമ്മിൽ വന്നു നിറയും. പരിശുദ്ധ റൂഹായാകുന്ന ജീവജലം, പരിശുദ്ധ റൂഹായാകുന്ന പരിശുദ്ധ കാറ്റ്, പരിശുദ്ധ കൊടുങ്കാറ്റ് നമ്മളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരിസരങ്ങളിലൊക്കെ നിറയട്ടെ, നിറഞ്ഞു വാഴട്ടെ. എപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി കൊതിക്കുക അല്ലെങ്കിൽ ദാഹിച്ച് കാത്തിരിക്കുക? എത്രമാത്രം നമുക്ക് ആ ആളെ പറ്റി അറിയാൻ പറ്റുന്നോ അത്രമാത്രം കൊതിയാണ് വരിക. ഒരാളെ പറ്റി നമ്മൾ കൂടുതൽ അറിയും തോറും അയാളുടെ നന്മയും സ്നേഹവും വാത്സല്യവും ഒക്കെ അറിയും തോറും നമുക്ക് ആ ആളുമായിട്ട് അടുക്കാനുള്ള ഒരു കൊതി വരും. പരിശുദ്ധ റൂഹാ തമ്പുരാൻ ദൈവമാണ്, സ്നേഹമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി നമുക്ക് അവബോധമുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹം ആവോളം സ്വീകരിച്ച്, ആവോളം നുകർന്ന്, ആവോളം ആസ്വദിച്ച് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവിയായി ഒത്തിരി ആൾക്കാരിലേക്കും ഒത്തിരി സ്ഥലങ്ങളിലേക്കും ഒഴുകട്ടെ. ഹോളി റുഹായുടെ ആ ഹോളി കാറ്റ് പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വീശട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സ്നേഹാത്മാവിനെ അനുഭവിക്കാൻ എല്ലാ ക്രിസ്തീയ മക്കൾക്കും സാധിക്കട്ടെ, എല്ലാ മനുഷ്യർക്കും സാധിക്കട്ടെ. ഇത്രയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ, ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി, ദൈവാത്മാവ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും തിരുസഭ മുഴുവനിലും ലോകം മുഴുവനിലും നിറയട്ടെ. ഈ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് സകല മനുഷ്യരുമായിരിക്കട്ടെ. അങ്ങനെയുള്ള വലിയൊരു പെന്തക്കോസ്താ അനുഭവം ഈ 2025 ഉണ്ടാവട്ടെ. 2025 പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം. എന്നിട്ട് അന്വേഷിക്കണം, ആരാണ് ഈ പരിശുദ്ധാത്മാവ്, ആരാണ് ഈ പരിശുദ്ധ റൂഹാ തമ്പുരാൻ.
എത്രയോ അധികമായി നമ്മൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നോ അത്രയ്ക്കും അധികം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയും. പിന്നെ നമ്മൾ മനുഷ്യരുടെ പിന്നാലെ പോവില്ല സ്നേഹത്തിന് വേണ്ടി. സത്യമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ പരിശുദ്ധ റൂഹാ തമ്പുരാന് മാത്രമേ സാധിക്കൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴം അളന്ന് നമ്മുടെ ഹൃദയത്തിന് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കാൻ പരിശുദ്ധ റൂഹാ തമ്പുരാനാണ് കഴിയുക. ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവിക വ്യക്തിയെ നമ്മൾ സ്വന്തമാക്കണം. ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആലയം, ആ ആലയത്തിൽ നിറച്ചും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണ്ടേ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ആ ജീവിതം എത്രയോ മനോഹരം. സോ ബ്യൂട്ടിഫുൾ. CCC 703 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനവും അവിടുത്തെ നിശ്വാസവും സർവസൃഷ്ടികളുടെയും അസ്തിത്വത്തിൻ്റെയും ജീവൻ്റെയും ഉത്ഭവത്തിൽ നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനവും അവിടുത്തെ നിശ്വാസവും. ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ നിശ്വാസം പരിശുദ്ധ റൂഹാ തമ്പുരാനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മത്തെ പറ്റി പറയുന്നുണ്ട്. സൃഷ്ടിയെ ഭരിക്കുകയും വിശുദ്ധീകരിക്കുകയും സജീവമാക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം? ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ സൃഷ്ടിയെയും ഭരിക്കണം, വിശുദ്ധീകരിക്കണം, സജീവമാക്കണം. നമ്മളെ ആരാണ് ഭരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമ്മളെ ഭരിക്കേണ്ടത്, നമ്മളെ നയിക്കേണ്ടത്, നമ്മളിൽ വാഴേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായാണ്. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കും. ദ ഹോളി സ്പിരിറ്റ് ഇസ് സാങ്ക്ടിഫയിങ് അസ്. വിശുദ്ധീകരിക്കുന്നു. പിന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സജീവമാക്കുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ ലൈഫ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ജീവനില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പകുതി ജീവൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയൊക്കെ കുറവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ്, ദ ക്രിയേറ്റർ സ്പിരിറ്റ്, നമ്മളെ സജീവമാക്കണം.